ഒരു ദിവസം തുണിയിടോ വന്നില്ലെങ്കിൽ ചെറുക്കന്മാർ വന്ന് ചൂണ്ടയിട്ട് ഇരയില ചെളിയും പറ്റി മീൻ കഴുകാൻ പറ്റിയില്ല. ആരെയും കാണാനില്ല. പണ്ടൊക്കെ എന്തൊരു രസമായിരുന്നു. ഓരോ പെണ്ണുങ്ങളും പിള്ളേരും എല്ലാം കൂടെ കുളിക്കാനും വന്ന്. ഇപ്പോഴാണെങ്കിൽ ഒരുത്തികളും വെളിയിലും ഇറങ്ങൂല. ഇതിനെല്ലാം കാരണം പൈപ്പ് കണക്ഷൻ കിട്ടിയതാണ്. എന്നെങ്കിലും പൈപ്പിൽ വെള്ളം തീരും. അന്ന് വേണം എല്ലാരും വന്നിട്ട് പൊളിക്കും ഞാൻ. ശശിമാമ, കുറെ ദിവസമായല്ലോ കണ്ടിട്ട്. പഴയതുപോലെ കുളത്തിലൊന്നും പരക്കില്ല പിള്ളേരെ. BP, ഷുഗർ, കൊളസ്ട്രോള്, പിന്നെ നടക്കാനൊന്നും വയ്യ. ഇന്നങ്ങനെ ഇരുന്നപ്പം വിചാരിച്ചൊന്ന് കുളത്തിൽ പോവാന്ന്. എടാ, നീ സുമാറിന്റെ മോഹല്ലേടാ? മാമാനെ സുമാറിന്റെ മോഹല്ലേ? എന്റെ അച്ഛൻ്റെ ഒരു സുശീലനാണ്. ഓ നിന്റെ പെണ്ണാണല്ലേ വേറൊരുത്തൻ്റെ ഒളിച്ചോടിയത്? റോട്ടി പറഞ്ഞടാ. അയ്യോ മാമ, എനിക്ക് കല്യാണമൊന്നും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നിന്റെ കല്യാണം കഴിഞ്ഞില്ല അല്ലേടാ കുട്ടാ? അപ്പൊ നീ ഇപ്പൊ എന്തൊരു ചെയ്യണ ജോലി? മാമ, ഞാൻ ഇപ്പൊ അമ്പലങ്ങളിലൊക്കെയാണ് പോണത്. അപ്പൊ അമ്പലത്തിലെ പൂജാരിയാണല്ലേ മക്കളെ? പൂജാരിയൊന്നുമല്ല. പിന്നെ അവിടെ രാവിലെ കഞ്ഞി കിട്ടും, ഉച്ചയ്ക്ക് അന്നദാനം, അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ആഹാരമൊക്കെ കഴിച്ച് പോണു. ഓ, അമ്പലങ്ങളൊക്കെ നിറങ്ങി അന്നദാനമൊക്കെ കഴിച്ച് നടക്കണം അല്ലേടാ? വേറെ ജോലിയില്ലേടാ അന്നേരൊക്കെ? മാമ എങ്ങോട്ട് പോണേ? അവിടെ ആകുമ്പോ സ്വസ്ഥമായിട്ടൊന്ന് ഒന്ന് പല്ലൊക്കെ തയ്ച്ച് കുളിച്ചിട്ട് വരാം. അതുകൊണ്ട് അപ്പുറത്ത് കള. ഇവിടെ ആകുമ്പോ നിങ്ങൾ പയ്യന്മാരെയൊക്കെ ശല്യം ചെയ്യണത് ശരിയല്ലല്ലോ. മാമ, നിങ്ങളങ്ങ് പോണ്ട. അവിടെ രായം പശുവിനെ കൊണ്ട് ഇറങ്ങി കുളിപ്പിച്ച് ആപ്പടെ ചാണകമൊക്കെ ഇട്ട് നശിപ്പിച്ചിട്ടിരിക്കുന്നു. അവിടെ ഇറങ്ങി കുളിച്ചാൽ ദേഹമൊക്കെ ചൊറിഞ്ഞ് നടന്നു കഴിഞ്ഞാൽ ഒന്നാണെങ്കിൽ ഷുഗറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. ഒന്ന് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? പൊറുക്കും. അതൊന്നും ചെയ്യില്ലല്ലോ. നിങ്ങൾ ഇവിടെ ഇറങ്ങി കുളിക്കും. ഓഹോ, അല്ലെങ്കിൽ ഈ തെണ്ടി രാജന്റെ അടുത്ത് പറഞ്ഞ അവൻ കേൾക്കൂല. ബാക്കിയുള്ളവന്മാര് കുളിക്കാൻ വേണ്ടി പിന്നെ ഇവിടെ നിന്ന് കുളിക്കാം. ഉള്ളക്ക് അസൗകര്യമൊന്നും തോന്നൂലല്ലോ. എല്ലാം കുളമൊക്കെ കണ്ടാ മക്കളെ ആകെ പൊളിഞ്ഞു പറക്കിയൊക്കെ കിടക്കണത്. പഞ്ചായത്തിൽ നിന്ന് ആർക്ക് ശ്രദ്ധിക്കാൻ പോലും വയ്യ. നിങ്ങൾക്ക് ഇവിടെ കുളം നന്നാക്കാത്ത അതിന് കുഴപ്പം. ഇവിടെ പഞ്ചായത്തിൽ നിന്ന് പൈപ്പ് വീട്ടിൽ കൊടുത്തതിന്റെ കലിപ്പിൽ ഞാൻ ഇരിക്കുന്നു. അതെന്താ മക്കളെ അങ്ങനെ? അതൊക്കെ കൊണ്ടുപോകാമ. നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല നമ്മളെ വിഷമങ്ങൾ കല്യാണം കഴിയാത്തതിന്റെ. ആമാ, ഇക്കാലത്ത് ഈ ഉമിക്കരിട്ടോ നിങ്ങൾ വല്ലൊക്കെ? മക്കളെ, ഇതുണ്ട് പല്ല് കഴിച്ച് 5-6 ദിവസം കൂടെ ഈ പല്ലിരിക്കും. ഉള്ള ഫ്ലാസ്കും ഗ്ലൂക്കോസൊക്കെ വായിട്ട് തേച്ച് അവിടെയുള്ള പല്ലൊക്കെ പോയി. ഞാനും എന്റെ മാമ വാങ്ങിച്ചത് കണ്ടേ. പിള്ളേരത്തിന് ഇറച്ചി വാങ്ങിച്ചെന്നാ ഇങ്ങനെ ചവക്കാൻ പറ്റുന്നുള്ളു. അതിനേഷം ഞാൻ ഇപ്പൊ ഉമ്മിക്കറിയിട്ടാണ് തേക്കുന്നത്. അപ്പൊ ശരി മക്കളെ, കാടാ കേട്ടോ. ആമാ, കുളിക്കില്ലേ? ആരാടാ ഈ അഴുക്ക് വെള്ളത്തിൽ കുളിക്കണം? ഇതിന് പല്ല് കഴിക്കാന്ന് വിചാരിച്ച് വന്നതല്ലേ. പോണ്ടാ പിള്ളേ. നല്ല വെള്ളത്തിൽ വന്ന് തുപ്പി നശിപ്പിച്ചിട്ടിട്ട് പോയിക്കണം അന്ന കളവൻ. എന്നിട്ട് കുളിക്കണില്ല എന്നോ ചോദിക്കുന്നത്. ഛർദിച്ച് കൊലച്ച് ഗർഭിണി പെണ്ണുങ്ങളെ പോലെ തുപ്പി വെച്ചിട്ട് അവൻ ഇനി എങ്ങനെ 2 ദിവസം ഞാൻ ആഹാരം കഴിക്കുമെന്നാണ് ആലോചിക്കുന്നത്. വീട്ടിൽ വല്ലതും പോയി കുളിക്കാം. റൈസിന്റെ അസുഖമുള്ള ഞാൻ ചന്തയിലെത്തിരി തണുപ്പടിക്കിട്ടെന്ന് പറഞ്ഞ് കുളിക്കാൻ വന്നപ്പം നാറ്റിച്ചിട്ട് പോയി കളവാൻ അന്ന കളവാൻ.